ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് പ്ലേറ്റോ എന്നതിനെ പറ്റിയിട്ടും പ്ലേറ്റോവിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പോൾ പ്ലേറ്റോ എന്ന് പറയുന്നത് ഏൻഷ്യൻറ്റ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ തത്വചിന്തകനാണ്. ഒരു വെറും തത്വചിന്തകൻ എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ സോക്രട്ടീസ് എന്നുള്ള ഒരു പ്രമുഖ തത്വചിന്തകൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. 427 BC മുതൽ 347 BC വരെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല. പ്ലേറ്റോ എന്നത് ഐഡിയലിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നു. അതുമാത്രമല്ല, സോക്രട്ടീസിൻ്റെ ഭരണശേഷം ഏകദേശം 12 വർഷത്തോളം ലോകം ചുറ്റിത്തിരിഞ്ഞ പ്ലേറ്റോ അവസാനം 40-ാമത്തെ വയസ്സിൽ തിരിച്ച് ഏതൻസിൽ വരികയും ഗ്രീസിലെ ഏതൻസിൽ വരികയും അക്കാഡമി എന്ന സ്കൂള് ഏതൻസിൽ തുടങ്ങുകയും ചെയ്തു. ഇതിലൂടെയാണ് പ്ലേറ്റോ ഈ ലോകത്തിനെ നമുക്കറിയുന്നത്. പ്ലേറ്റോയുടെ തത്വചിന്ത അത്രയധികം ഷാർപ്പും അത്രയധികം ഇൻഫ്ലുവൻഷ്യലും ആയതുകൊണ്ട് മാത്രമാണ് ഇന്നും ലോകം പ്ലേറ്റോയെ അംഗീകരിക്കുന്നത്. പ്ലേറ്റോയുടെ വർക്ക്സ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്, അലിഗറി ഓഫ് കേവ്, സിമ്പോസിയം, അപ്പോളജി, അങ്ങനെ ഒരുപാടുണ്ട്. പ്ലേറ്റോയുടെ വർക്ക്സിൽ കൂടുതലും ഡയലോഗ്സ് ആയിരുന്നു. ഡയലോഗ്സ് ആയിട്ടാണ്, അതായത് പ്ലേറ്റോയുടെയും സോക്രട്ടീസിൻ്റെയും ഡയലോഗ്സിലൂടെയാണ് പ്ലേറ്റോയുടെ തത്വചിന്ത നമ്മളിലേക്ക് എത്തിക്കുന്നത്. പ്ലേറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അലിഗറി ഓഫ് ദ കേവ് ആണ്. എന്താണ് അലിഗറി ഓഫ് കേവ്?